ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് രക്ഷയുടെ മാർഗം. രക്ഷയുടെ മാർഗം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണി നിക്കോദെമോസ് എന്ന പേരുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞതാണ് ഇത്: പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഈ ഭാഗം എന്ന് പറയുന്നത് നാം വീണ്ടും ജനിക്കണം എന്നാണ്. അതായത് നമ്മൾ ശാരീരികമായിട്ടല്ല, പിന്നെയോ നമുക്ക് മാമോദീസയിലൂടെ, മൂറോൻ അഭിഷേകത്തിലൂടെ, ആദ്യ കുർബാനയിലൂടെ ലഭിച്ചതായ ആ ദൈവികത്വം, ആ പരിശുദ്ധാത്മദാനം നമ്മളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ലോകത്തിലേക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നാം ഓരോരുത്തരും ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ആകൽ കർസായെ നമ്മൾ നമ്മുടെ ഉപദേശകനാക്കി മാറ്റി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുന്നതായ ആ പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് വന്നു. അതാണ് യേശു ക്രിസ്തു നമ്മോട് ഓർപ്പിക്കുന്നത്, നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന്. അതായത് നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത്, നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു തന്നതായ ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ മതി. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുകയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായ ആ കാര്യങ്ങൾ നമ്മൾ അപ്രകാരം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അവൻ കാണിച്ചു തന്നതായ പാതയിലൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്മ പ്രവൃത്തികൾ തന്നെ എപ്പോഴും ചെയ്യേണ്ടതുണ്ട്. ഇടപെടാതെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എപ്പോഴും എല്ലാറ്റിനും നന്ദി പറയേണ്ടതുണ്ട്. സ്തോത്രം ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനായിട്ട് നാം ചെയ്യേണ്ടത്, നമ്മളെ വീട്ടിൽ ആണെങ്കിൽ 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ എപ്പോഴൊക്കെ നമുക്ക് പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നുവോ ആ അവസരത്തിൽ ദേവാലയത്തിലേക്ക് ചെന്ന് നമ്മളെ തന്നെ അവൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുകയും ആ മധുവിലേക്ക് നോക്കി അത് സ്വർഗമാണെന്ന് നനച്ച് അതിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മൾ ഏകാഗ്ര മനസ്സോടുകൂടി അവൻ്റെ മുമ്പിൽ അവൻ്റെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും. അതിന് ഏതാനും ചില ആൾക്കാരെങ്കിലും അനുഭവസ്ഥരായിരിക്കുമെന്ന് നമുക്ക് അറിയാം. ആയതിനാൽ ഇതിനെ ദൈവത്തിൻ്റെ ആലയമായി നാം കണ്ട് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ ആ അവസരത്തിൽ ആ ദേവാലയത്തിലേക്ക് ചെല്ലുകയും ആ ദേവാലയത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. മറ്റുള്ളവർക്ക് ചെയ്യാവുന്നതായ എല്ലാ നല്ല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മൾ പ്രസാദിക്കുന്നത്. രോഗികളെ ചെന്ന് കാണുകയും മരിച്ചവരെ ശവമടക്കുകയും പ്രായമായവരോട് ചെന്നിരുന്ന് അല്പസമയം സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സൽപ്രവൃത്തി ആയി വരുന്നത്. ദുഃഖിതരെയും വിധവകളെയും ആശ്രയം ആവശ്യമുള്ളവരെയും നമ്മൾ
സഹായിക്കണം. അങ്ങനെ സഹായിക്കുമ്പോഴാണ് നമുക്ക് ദൈവകൃപ നമ്മളിൽ ഉണ്ടാകുന്നത്. ആ യോബിനെ നോക്കുക, അവൻ്റെ കൂട്ടുകാരുടെ പേർക്ക് അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും അവന് കിട്ടിയെന്ന് മാത്രമല്ല, അവൻ്റെ പ്രാർത്ഥനയോടെ അവൻ്റെ കൂട്ടുകാർക്കും ക്ഷമ ലഭിച്ചു എന്ന് യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സൽപ്രവൃത്തികൾ ചെയ്യാം. ഉദാശകളിൽ ഒക്കെയും നമുക്ക് സംബന്ധിക്കാം. നാം രണ്ടു നേരവും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതൊക്കെയും ആദ്യമായി ദൈവത്തിൽ സമർപ്പിക്കുകയും അത് ചെയ്തതിന് ശേഷം അവന് നന്ദി പറയുകയും ചെയ്യുവാൻ നമുക്ക് പരിശീലിക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.